ചപ്പാത്തിക്കോ പൂരിക്കോ ചോറ് വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റം അതിന് ചെയ്യുന്നത്. ഒരു കടായി ചീനച്ചട്ടി എന്തെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് വെക്കുക. നമുക്കൊരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 5-10 വെളുത്തുള്ളി അരിച്ചത്, 2 പച്ചമുളക്, വലിയ 2 സബോള ഇതേപോലെ നീളത്തിലരിച്ചത്, മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ ആ പച്ചച്ചുവയല്ല അതൊന്ന് മാറണം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ ചേർത്ത മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിടും. ഒരു 5 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ക്യാപ്സിക്കം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതുകൂടെ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് തക്കാളി കൂടെ ചേർക്കാം. ഈ ചെറിയ തക്കാളി ആയിട്ട് ഞാനൊരു 3 എടുത്തതേ ഉള്ളൂ. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരല്പം മല്ലിയിലയും കൂടെ മുട്ടിയിട്ട് കൊടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. 2 കോഴിമുട്ടയും കൂടെ പുഴുങ്ങി അതുകൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. നല്ലപോലെ ചൂടായതിനു ശേഷം അടുപ്പം നിർത്താം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റും ഇത്.